ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ ഒരു കുർത്തിയെ നമുക്ക് എങ്ങനെ പെട്ടെന്നൊരു പാർട്ടി വെയർ കുർത്തിയാക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ സാധാരണ ഒരു കുർത്തി തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു വർക്കില്ലാത്ത ഒരു സാധാരണ ഏലൻ കുർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3-4 രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ബീഡ്സ് വെച്ച് ചെയ്യാം, ഹാൻഡ് സ്റ്റിച്ച് ബീഡ്സ് കൊടുക്കാം, അങ്ങനെ പല ഓപ്ഷൻസുകളുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കാണിക്കുന്നത്. ഒന്നിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഒരു കഴുത്തിൽ നിന്നും തുടങ്ങിയിട്ട് മറ്റേ അങ്കാക്ര പാറ്റേണിൽ നമുക്ക് ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്കത് ഈ രീതിയിൽ ഇത് കണ്ടോ ഇങ്ങനെ വെച്ച് ഈ രീതിയിൽ ചെയ്തെടുക്കാം. അതും ഒരു ട്രെൻഡാണ് കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലേസ് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ചെറിയൊരു ലേസ് എടുത്തിട്ടുണ്ട്. ലേസിനൊന്നും അധികം വിലയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിൽ ഇത് ഭംഗിയുണ്ടാവും. കാരണം ആ ഒരു ക്രീം കളർ വരുന്നതുകൊണ്ട് തന്നെ ഡോട്ട് കണ്ടോ നമ്മുടെ കുർത്തിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലേസിനും ആ ഒരു കളർ ഉള്ളത് കൊണ്ട് അതൊരു മാച്ചായിട്ട് വരും. ഒന്നുമില്ലെങ്കിൽ ആ യു നെക്കിൽ വരച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെക്കിൽ തന്നെ വേറെ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് എന്തെങ്കിലും വെച്ചിട്ട് സൂചി നൂലും വെച്ചും ചെയ്തെടുക്കാം. പക്ഷെ അതൊരു സമയം പോകുന്നൊരു കാര്യമാണ്. പെട്ടെന്ന് 1-2 മിനിറ്റിൽ നമുക്കൊരു സാധാരണ കുർത്തി ഒരു അത്യാവശ്യം നല്ല കുർത്തിയാക്കാം. സ്ലീവിലും വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. സ്ലീവിൽ ചെയ്യണമെങ്കിൽ സ്ലീവൊക്കെ ഒന്ന് അഴിക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നെക്കിലാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. തയ്ച്ച ചുരിദാറിൽ നമുക്കത് ഇതുപോലെ വെച്ച് തയ്ക്കാം. ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴുത്ത് വലിച്ച് ചെയ്യരുത്. ഏത് രീതിയിലാണോ നെക്ക് എങ്ങനെയാണോ ഇരിക്കണം അതുപോലെ ഇരിക്കണം. വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ വലിഞ്ഞിരിക്കും, പിന്നെ കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേൽവശവും അടിവശവും മടക്കി അടിക്കണം. കണ്ടോ, ഈ ലേസ് എക്സ്ട്രാ ഉള്ള കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടി അടിച്ചു വരണം. അല്ലാതെ കഴുത്തിൻ്റെ ഭാഗം മാത്രം അടിക്കരുത്, അതിൻ്റെ ആ തുമ്പ് വശവും കൂടി നമ്മൾ അടിച്ചു വെക്കണം. എന്നാലേ അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. കണ്ടോ, എന്നിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. അവിടെ നീഡിലിറക്കി പ്രഷർ ഫുട്ട് പൊക്കി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഇങ്ങനെ ചരിച്ചിട്ട് പിന്നെ ഫുള്ളായിട്ട് ചെയ്തു വരാം. വി നെക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഭംഗിയുണ്ടാവും. വി ഷേപ്പ് നെക്കൊക്കെ ആണെങ്കിലും സ്ക്വയർ ഷേപ്പ് നെക്കാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പക്ഷേ യു നെക്കിലാണ് കുറച്ച് പ്രയാസം. ഇത് കാരണം ലേസ് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ യു പോലുള്ള കെർവിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ടി വരും. സ്ക്വയറും വി ഒക്കെ ആകുമ്പോൾ ആ പ്രശ്നത്തിൽ നമുക്ക് ആ ഭാഗം ഒന്ന് മടക്കി കൊടുത്താൽ മതിയാവും. അപ്പം ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്കാക്ര പാറ്റേണിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മോഡേൺ ലുക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ 2 ലൈനായിട്ട് ലേസ് വെച്ച് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലൈൻ തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അങ്കാക്ര പാറ്റേണിൽ തന്നെ 2 ലൈനായിട്ടും വെച്ച് കൊടുക്കാൻ പറ്റും. കണ്ടോ. അപ്പോൾ നമ്മുടെ കുർത്തി നോക്കിക്കാൻ അടിപൊളി കുർത്തി റെഡി ആയിട്ടുണ്ട്. പാർട്ടി വെയർ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം.